ആ വ്രജത്തിൽ 2 സാധനങ്ങൾ വച്ചാൽ കാണില്ല എന്ന് ഗോപികമാർ സ്ഥിരം കംപ്ലൈൻറ്റാണ് യശോദമ്മയുടെ അടുത്ത്. പാലും വെണ്ണയും. ആരാ കട്ടെടുത്തേ? നിൻ്റെ കണ്ണൻ. യശോദ ചോദിക്കും, നിങ്ങൾ കണ്ടോ? കണ്ടില്ല. ലാക്കും നോക്കിയൊളിച്ചണഞ്ഞ് നിറയത്തു വെണ്ണ തൻ വായിലേക്കാക്കിക്കൊണ്ട് ചിരിച്ചു പാഞ്ഞു മറയും കുഞ്ഞൻ ചിലമ്പൊച്ചയും. അവൻ്റെ ചിലമ്പൊച്ച ഞങ്ങൾ കേട്ടു, ഞങ്ങളുടെ കലത്തിലെ വെണ്ണ കാണാനുമില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എത്ര കുട്ടികൾക്ക് ചിലമ്പുണ്ടാവും? ചിലമ്പിട്ട് വരണം മുഴുവൻ എൻ്റെ കണ്ണനാണോ? അവർക്കറിയാം ഈ ഗൃഹത്തിൽ, ഈ വ്രജത്തിൽ ഒരേ ഒരു കള്ളനേ ഉള്ളൂ. അവർ പേര് മാറ്റി, കണ്ണൻ എന്നുള്ള പേര് മാറ്റി കള്ളൻ എന്നാക്കി. വ്രജേ വസന്തം നവനീത ചോരം. പക്ഷേ യശോദയുടെ മുമ്പിൽ തൊണ്ടി സഹിതം ഹാജരാക്കണം, തെളിവോടുകൂടി കൊണ്ടുവരണമെന്നാണ് പറഞ്ഞ്. അതുകൊണ്ട് അവർക്ക് പിടികിട്ടണില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോപികമാർ ഓരോ ദിവസവും ഓരോ കംപ്ലൈൻറ്റ്. ആ പാല് കട്ട് കുടിച്ചു, വെണ്ണ കട്ട് തിന്നു, തൈർക്കലും തല്ലിപ്പൊളിച്ചു, പൈക്കുട്ടി അഴിച്ചു വിട്ടു. എന്തൊക്കെയാണെങ്കിലും ശരി, ഞാൻ വിശ്വസിക്കില്ല. ഗോപികമാർ ഓരോ ദിവസം എന്ന് പറയുമ്പോൾ ആ യശോദ പറയും, കണ്ണാ എന്തിനാ എങ്ങനെ ആ ഗോപികമാരെ കൊണ്ടിങ്ങനെ ചീത്ത കേൾപ്പിക്കണേ? നിനക്ക് പാല് വേണോ? അയ്യേ എനിക്കിഷ്ടമല്ല. എന്നാൽ വെണ്ണ വേണോ? അയ്യേ എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഇങ്ങനെ പാലും വെണ്ണയും കഴിച്ചാൽ ഇഷ്ടമല്ലാത്തവൻ നിങ്ങളുടെ ഗൃഹത്തിൽ വന്ന് മോഷ്ടിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക? യശോദ ഇതാ പറയുക. പക്ഷേ ഭഗവാൻ ഗോപികമാർക്ക് കാണിച്ചു കൊടുത്തതാണ് ഒരു പ്രധാനപ്പെട്ട യോഗം. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, സാഖ്യയോഗം, ധ്യാനയോഗം, വിഭൂതിയോഗം. ഒരുപാട് യോഗങ്ങൾ ഉദ്ധവന് പറഞ്ഞു കൊടുത്തു, അമ്മയായ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഈ ശ്രീകൃഷ്ണാവതാരത്തിൽ ഗോപികമാർക്ക് മാത്രമായിട്ടൊരു യോഗം കാണിച്ചു കൊടുത്തു ഭഗവാൻ. സ്ഥേയയോഗം, പച്ചമലയാളം പറഞ്ഞാൽ മോഷണം. അത് ഗോപികമാരെ മാത്രമേ പഠിപ്പിച്ചു കൊടുത്തുള്ളൂ. ദാ എൻ്റെ കയ്യിലിരിക്കുന്ന വിദ്യ നിങ്ങൾ കണ്ടോളൂന്ന്. ഗോപികമാർ ഹരിർഹ്യ സാധ്യതേ ഭക്തിയ പ്രമാണം തത്ര ഗോപിക. ആ ഗോപികമാരെ കാണിച്ചു കൊടുത്തു സ്ഥേയയോഗം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യശോദമ്മ ഒരു ദിവസം തൈര് കലക്കിക്കൊണ്ടിരിക്കുന്നത്. തൈര് കലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ അടുത്ത് വന്നു, എനിക്ക് അമിഞ്ഞ പാല് കുടിക്കണം എന്ന് പറഞ്ഞ്. അപ്പോഴാ യശോദമ്മ പറഞ്ഞു, പറ്റില്ല കണ്ണ, ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇത് കഴിയട്ടെ. ഭഗവാന് വല്ലാണ്ട് മുഷിഞ്ഞു. മുതിർന്ന ഗോപന്മാരെ വിളിച്ചു. അതെ, ഈ കണ്ണനെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കളിക്കൂ. ഒരു കാര്യം ഓർമ്മ വേണം, മരത്തിൻ്റെ മുകളിൽ കയറരുത്, തീയിൻ്റെ അടുത്ത് പോകരുത്, പശുവിൻ്റെ അടുത്ത് പോകരുത്, വെള്ളത്തിൻ്റെ അടുത്ത് പോകരുത്, വെയിലത്ത് പോകരുത്. ഏതെങ്കിലും മരത്തിൻ്റെ തണലിൽ ഇരുന്ന് കളിച്ചോളൂ. ശരി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ആ ഒരു വൃക്ഷത്തിൻ്റെ തണലിലിരുന്ന് കളിക്കുക. നമുക്കിന്ന് അപ്പം ഉണ്ടാക്കി കളിക്കാം എന്ന് പറഞ്ഞു. മണ്ണപ്പം ഉണ്ടാക്കി കളിക്കണു. മണ്ണപ്പം ഉണ്ടാക്കി ഇങ്ങനെ കളിക്കണ നേരത്താണ് ഗോപന്മാർ ചോദിച്ചത്, എൻ്റെ കണ്ണ ഈ മണ്ണോണ്ട് അപ്പം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് തിന്നാൻ പറ്റുമോ? കാണാനല്ലേ പറ്റുള്ളൂ. ഭഗവാൻ പറഞ്ഞു, ആരാ പറഞ്ഞേ പറ്റില്ല എന്ന്? ദേ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ എടുത്തിട്ട് തിന്നു. മണ്ണുകൊണ്ടുണ്ടാക്കിയ അപ്പം. വൃന്ദാവനത്തിൽ പോയാൽ നമുക്കും ചെയ്യാം. അവിടെ ഭഗവാന്റെ രമൺ രേത്തി എന്ന് പറഞ്ഞ് ഭഗവാൻ മണ്ണപ്പം ഉണ്ടാക്കി കളിച്ച സ്ഥലത്ത് നമുക്ക് മണ്ണപ്പം ഉണ്ടാക്കാൻ നമുക്കും കിടന്ന് ഉരുളാം. അത് വൃന്ദാവനത്തിൽ ചെന്നാലേ ദശമസ്കന്ധം ആസ്വദിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഏത് സപ്താഹവേദികളിലും ഞാൻ പറയാറുണ്ട്, ഭാഗവതം ആസ്വദിക്കണമെങ്കിൽ, ദശമസ്കന്ധം ശ്രീകൃഷ്ണ ലീലകൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വൃന്ദാവനത്തിൽ പോകണം. ഇല്ലെങ്കിൽ നമ്മുടെ മനുഷ്യജന്മം നഷ്ടമാണ്, വൃഥാവിലാണ്, പാഴാണ്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് പറഞ്ഞാൽ എന്ത് വിറ്റ് പെറുക്കിയാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വൃന്ദാവനത്തിൽ പോവാത്തവരുണ്ടെങ്കിൽ അപ്പോഴേ ശ്രീകൃഷ്ണ ലീലകൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഭഗവാൻ ആ മണ്ണപ്പെടുത്ത് അങ്ങോട്ട് തിന്നു. ഗോപന്മാർക്ക് അത്ഭുതം, എന്താ കണ്ണാ കാണിക്കണേ? മണ്ണ് തിന്നാൽ വല്ല ദണ്ഡം വരില്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് മണ്ണപ്പം തിന്നാൻ പറ്റില്ല, ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. ഭഗവാൻ ദൂരെ ചൂണ്ടിക്കാണിച്ചേ, കണ്ടോ ഒരു വൃക്ഷം കണ്ടോ, അതിൽ നിറച്ച് പഴമാണ്, അതിൻ്റെ മുകളിൽ കയറിയാലോ? കണ്ണൻ പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, എല്ലാവരും മുകളിലേക്ക് പൊത്തുപിടിച്ച് കയറി. ഉറുമ്പിൻ്റെ കടിയുണ്ട്, തേനീച്ചകളുണ്ട്, ശരീരം മുഴുവൻ ചേന ചെത്തിയ പോലെ തോല് പോയിട്ട് ചോര വരുന്നുണ്ട്. എന്നാലും വേണ്ടില്ല, കണ്ണൻ പറഞ്ഞതല്ലേ, മുകളിലേക്ക് അങ്ങോട്ട് കയറി. മുകളിലേക്ക് അങ്ങോട്ട് കയറി 33 എണ്ണവും കയറി കേട്ടോ. ഒരുത്തൻ മാത്രമേ താഴെ നിന്നുള്ളൂ. ഒരു കൊച്ചുണ്ണിയുണ്ട്, കേരളത്തിലുണ്ടായിരുന്നു പണ്ട് കള്ളന്മാരുടെ ഒരു കൊച്ചുണ്ണി. ആ കൊച്ചുണ്ണിയെ വിറ്റ് കാശാക്കുന്ന കൊച്ചുണ്ണിയാണ് താഴെ നിൽക്കണേ, കള്ളത്തരത്തിലെ കൊച്ചുണ്ണി. ആ കൊച്ചുണ്ണി പറഞ്ഞു, ഞാൻ താഴെ നിന്നോളാം, നിങ്ങളെല്ലാം പഴങ്ങൾ പറിച്ച് ഇട്ടാൽ മതി. ആ ഞങ്ങൾ താഴേക്ക് ഇടാം, നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കോ കണ്ണാ? ആ ഞാൻ ശേഖരിച്ച് വെച്ചോളാം, ആർക്കും കൊടുക്കരുത്, ഏയ് ഞാൻ ശരിയാക്കി തരാം. എല്ലാവരും പഴങ്ങൾ പറിച്ച് താഴേക്ക് ഇട്ടു. കുറച്ച് കഴിഞ്ഞ് അവർ താഴെ ഇറങ്ങി വന്നു.
അവർ കൈ നീട്ടി. ഭഗവാൻ ചോദിച്ചു, എന്താ നിങ്ങൾ കൈ നീട്ടണേ? ഞങ്ങൾ പറിച്ച പഴം എവിടെ? നിങ്ങളെന്താ എന്നോട് പറഞ്ഞേ ആർക്കും കൊടുക്കരുതെന്ന്? അതുകൊണ്ട് ഞാൻ ആർക്കും തന്നില്ല. എന്നിട്ടോ ഞാൻ തിന്നു. എന്നോട് സംഭരിച്ച് വെക്കണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ണിക്കുടവേർ തടവി കൊടുത്തു. വീർത്തിങ്ങനെ ഇരിക്കുക. ആ പഴം മുഴുവൻ ഭഗവാൻ തിന്നു. ആ ഗോപന്മാർക്ക് വല്ലാത്ത സങ്കടമായി. ഈ യശോദമ്മയെ കൊണ്ട് ഒന്ന് രണ്ട് തല്ലേലിക്കണം. രണ്ട് തല്ലേലിച്ചെങ്കിൽ ചീത്തെങ്കിലും കേൾപ്പിക്കണം. എപ്പോഴും കണ്ണനാ ജയിക്കുക. അത് ശരിയാവില്ലല്ലോ. ഗോപന്മാർ ഓടി വന്നു തൈര് കളിക്കുന്ന യശോദമ്മയുടെ അടുത്ത്. യശോദമ്മേ, യശോദമ്മേ, ഈ കണ്ണനുണ്ടല്ലോ. ഭഗവാൻ കണ്ണോട് കാണിച്ചു, പറയല്ലേ പറയല്ലേ എന്ന്. ഞങ്ങൾ പറയും. അവർ ഓടി വന്നിട്ട് പറഞ്ഞു, ദേ കണ്ണൻ മണ്ണ് തിന്നു യശോദമ്മേ, ഞങ്ങൾ കണ്ടതാ, മണ്ണം കൊണ്ടുള്ള അപ്പം തിന്നു. ഓ കണ്ണ. ഭഗവാൻ പറഞ്ഞു, നാഹം ഭക്ഷിതവാനം ബാ സർവേ മിഥ്യാഭിശംസന. ഇവരൊക്കെ നുണ പറയാ, ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. ഇവർ വെറുതെ നുണ പറയാ. നോക്കട്ടെ കണ്ണ. ഭഗവാൻ അങ്ങോട്ട് തിരിച്ചു. മുഖം കാണിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. നോക്കട്ടെ. ഇല്ല അമ്മേ. ഭഗവാനെ തിരിച്ചു നിർത്തി. യശോദമ്മ ഫേസ് ടു ഫേസ് ആയിട്ട്, മുഖത്തോട് മുഖം. ഇനി ഒന്നൊക്കെ വായ തുറക്കൂ, ഞാൻ കാണട്ടെ. ചുണ്ട് കൂട്ടി നിൽക്കുക. വായ തുറന്നാലല്ലേ കുഴപ്പമുള്ളൂ. ഇല്ല. മര്യാദയ്ക്ക് തുറക്കുമോ? ഞാൻ വടി എടുക്കട്ടോ. പശുവിനെ മേയ്ക്കണ വടി കയ്യിലും എടുത്തു. അപ്പം ഭഗവാൻ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ അമ്മയൊന്ന് കാണിച്ചു കൊടുക്കണം. പണ്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് താൻ. വായിൽ വെല്ലിട്ട് നോക്കിയപ്പോഴേ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന്. ഭഗവാൻ വായ അങ്ങോട്ട് തുറന്നു. എൻ്റെ പരീക്ഷത്തെ ആ യശോദമ്മ കണ്ടത് എന്താണെന്നൊരു ഖം രോദസി ജ്യോതിരനീകമാശ സൂര്യന്തുവൻഭിശ്വസനം ബുദ്ധിംശ്ച ദീപൻ നഗാൻ തദ്ദുഹിതർവനാനി. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, 33 കോടി ദേവന്മാർ, 66 കോടി അസുരന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, സാധ്യന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, അപ്സര സ്ത്രീകൾ, എന്ത് വേണ്ട. പാലാഴി തന്നിൽ ഭണിരാജതൽപ്പേ ലീലാസുഖം പൂണ്ടസ നിദ്ര കൊള്ളും നാലമ്പുത ശ്യാമള വിഷ്ണുരൂപം നാലാനനാദീനപിതത്ര കണ്ടാൾ. അനന്തപത്മനാഭനായിട്ട് പാലാഴിയിൽ കിടക്കണോ ഭഗവാൻ. അനേകം ഉപനിഷത് സുന്ദരി മണ്ഡലേശ്ച. ഉപനിഷത്തുക്കൾ, വേദങ്ങൾ, മഹർഷിമാർ, മുമുക്ഷുക്കൾ എല്ലാവരും സ്തുതിക്കുന്നതായ രാജഗോപാല പെരുമാളായിട്ട് ഭഗവാൻ കിടക്കണു. 14 ലോകത്തിലെ പർവ്വതങ്ങൾ, തടാകങ്ങൾ, നദികൾ, വനങ്ങൾ, പക്ഷിമൃഗാദികൾ, സസ്യലതാദികൾ, ദേവന്മാർ, മനുഷ്യർ, അസുരന്മാർ. എന്തിനു പറയണു? ഭൂതാനി യാനി സ്ഥിരജംഗമാനി. ഇളകുന്നതും ഇളകാത്തതുമായുള്ള സകലതും കണ്ടു എന്നാ. പിന്നീട് രോഹിണിയോട് പറയും യശോദമ്മ, ഇന്ദ്രനെ കണ്ടു ഞാൻ, ചന്ദ്രനെ കണ്ടു ഞാൻ, 12 ആദിത്യന്മാരെ കണ്ടു. 14 ലോകങ്ങളിൽ എന്തെല്ലാമുണ്ടോ അത് മുഴുവൻ തൻ്റെ കണ്ണൻ്റെ വായിൽ കണ്ടു. കണ്ണാ വായ തുറക്കൂ എന്ന് പറഞ്ഞാൽ കണ്ണനെ പിടിച്ച് നിൽക്കുന്ന യശോദയും കണ്ടു, പിന്നെ കണ്ണനെയും കണ്ടു. കിം സ്വപ്ന. ഇത് സ്വപ്നമാണോ? യശോദമ്മയ്ക്ക് ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. ശരീരം മുഴുവൻ വേർത്തങ്ങോട്ട് കുളിച്ചു. തലമുടിക്കെട്ട് അഴിഞ്ഞു. കണ്ണൊക്കെ തുറച്ച് താൻ മോഹാലസപ്പെട്ട് വീഴുവോ എന്നൊരു സംശയം. വല്ലാത്തൊരു പ്രതിസന്ധി. ഞാനിപ്പോൾ ബോധം കെട്ട് വീഴുന്നായി. തൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ വായിൽ ഇത് മുഴുവനോ? 14 ലോകം കാണുക. കിം സ്വപ്ന ഏതതു തദേവമായ. ഇനി ഈശ്വരൻ്റെ മായയാണോ? കിം വാ മദീയോ ബദബുദ്ധി മോഹ. എനിക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഈ കണ്ണൻ്റെ വായിൽ ഇത് മുഴുവൻ കാണാൻ? തല കറങ്ങി വീഴും എന്ന അവസ്ഥയിൽ യശോദമ്മ ആ കണ്ണൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ച് തൊഴുതിട്ട് പറഞ്ഞു, വയ കൂട്ടിയിടുക എൻ മകനെ, വയ കൂട്ടിയിടുക നായകനെ, കായം വിറയ്ക്കുന്നു വേവുന്നു നിന്നൂടെ, മായകൾ കണ്ടിട്ടെനിക്കോ കൃഷ്ണ, മായകൾ കണ്ടിട്ടെനിക്കോ കൃഷ്ണ. വിണ്ണവർ നായക വാമുറുക്ക് ദണ്ഡ നമസ്കാരം ചെയ്യുന്നു ഞാൻ, ഉണ്ണി നീ വൈകാതെ വായ കൂട്ടിയിടുകിൽ വെണ്ണയും പാലും തരുന്നുണ്ടോ ഞാൻ, വെണ്ണയും പാലും തരുന്നുണ്ടോ ഞാൻ. ഞാൻ അമ്മയോട് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ എൻ്റെ വായിലൊന്നുമില്ലയെന്ന്. അപ്പം അമ്മയ്ക്ക് കണ്ടേ തീരൂ. അപ്പം അമ്മയ്ക്ക് മതിയായോ? സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം. 14 ലോകവും കണ്ടു എന്ന് രോഹിണി വല്യമ്മയോട് പറഞ്ഞില്ലേ? ഇപ്പം ബോധ്യമായില്ലേ അമ്മയ്ക്ക്? ഭഗവാൻ തൻ്റെ മാഹാത്മ്യം അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തതാ. യശോദ ഇങ്ങ് മോഹാലിസപ്പെട്ട് വീഴും എന്ന് കണ്ടപ്പോൾ ചെമ്മ യശോദ ഇതോതുന്നേരം ചിന്മയൻ ഗോവിന്ദൻ വായ കൂട്ടി, അമ്മിഞ്ഞപ്പാലിനു ഷാഠ്യം പീഡിച്ചു കൊണ്ടമ്മതൻ വസ്ത്രത്തിൽ തൂങ്ങിടീനാൻ, അമ്മതൻ വസ്ത്രത്തിൽ തൂങ്ങിടീനാൻ. ബഭൂവ പ്രാകൃത ശിശു.